ഹായ്ഡാ മക്കളെ, നിങ്ങളുടെ ചുമസാണ്. നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ തകൃതിയായിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? നിങ്ങളുടെ ഒക്കെ ആഗ്രഹം എന്താണ്? A+ നേടുക എന്നുള്ളതാണ്. ചില ആളുകളുടെ ആഗ്രഹം ഫുൾ മാർക്ക് നേടുക എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും നിന്നും പറയുന്നുണ്ടാവും, ഇനി നിങ്ങളുടെ മുന്നിൽ സമയമില്ല, ഇനി പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, ഇനിയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, A+ ഒന്നും നേടാൻ പോകില്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അവർക്ക് നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കണം? A+ നേടി കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ വാക്ക് കേട്ട് സമയം ചെലവഴിക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ ഉള്ള സമയം ഇല്ലാതെയാക്കില്ല വേണ്ടത്. നമ്മുടെ മുന്നിൽ ടൈം നമ്മൾ എന്ത് ചെയ്യുക? എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. ഹാർഡ് വർക്ക് വേണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതിലുപരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യുന്നത്. സ്മാർട്ട് വർക്ക് എങ്ങനെയാണെന്നല്ലേ? യെസ്, നമ്മൾ എക്സാം ഓറിയന്റഡ് ആണ് അത് പഠിക്കേണ്ടത്. എക്സാമിന് എന്താണോ ചോദിക്കുക, ആ ഒരു ടോപ്പിക് ഉണ്ട്, ആ ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എനിക്ക് A+ നേടാൻ, ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളിൽ വിശ്വസിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 100% നിങ്ങൾ A+ നേടിയിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം അല്ലേ? നല്ല സ്മാർട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഓരോരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്ത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് അത് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. അങ്ങനെ പോയൊരു കുട്ടിക്ക് പോലും എന്ത് ഉണ്ടാവില്ല? ഒരു സങ്കടമോ ഒരു ദുഃഖമോ ഉണ്ടാവില്ല. ആ കുട്ടിക്ക് 100% എന്ത് കിട്ടും? യെസ്, നല്ലൊരു കോൺഫിഡൻസും അതുപോലെ തന്നെ എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്? 7 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ? ഈ 7 ചാപ്റ്റേഴ്സിലും എന്തൊക്കെ പഠിക്കണം, മെയിൻ ആയിട്ട് നിങ്ങൾ കവർ ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെ ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പഠിക്കണം നിർബന്ധമായിട്ടും. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇപ്പം തന്നെ നിങ്ങൾ നോട്ട് എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, പേപ്പർ അല്ല നോട്ട് എടുക്കുക, കെമിസ്ട്രി നോട്ട് എടുക്കുക, അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന പോയിന്റ് ആണ് ആദ്യം കവർ ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. പഠിച്ചവരുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മിസ്സേ ഞാൻ ഐഡന്റിഫൈ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് പഠിച്ചു, ടിക്ക് ഇട്ട് വെക്കുക. പിന്നെ നിങ്ങളത് നോക്കണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കാത്ത ഭാഗം ഏതാണോ അതാണ് നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത്. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിവിഷന് നിങ്ങൾ പോയാൽ മതി. സോ ഓരോരോ ടോപ്പിക്കിന്റെ താഴെ, ഓരോ ചാപ്റ്ററിന്റെ താഴെ നിങ്ങൾ ഒരു ടോപ്പിക് എഴുതുക. പഠിച്ചതാണെങ്കിൽ ടിക്ക് ഇട്ട് പോവാ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം നിങ്ങൾ പഠിച്ചു തീർത്തോ, എത്രത്തോളം ടോപ്പിക് നിങ്ങൾ കവർ ചെയ്തോ. ഇനി പഠിക്കാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്, വിട്ടുപോയ ടോപ്പിക് ഉണ്ടെങ്കിൽ അതും കവർ ചെയ്തിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് കയറുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SPDF അല്ലെ? അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് SPD ബ്ലോക്കിൽ നിന്നാണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഷഫിൾ ചെയ്തിട്ട് തന്നിട്ട് കറക്റ്റ് ചെയ്ത് എഴുതാൻ പറയും. ഏതിന്റെ ആണെന്ന് കറക്റ്റ് ചെയ്ത് യെസ് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എടുത്തു ചോദിക്കും, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് D ബ്ലോക്ക് എലിമെന്റ്സ് ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സെപ്ഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്, കോപ്പറിനത് 29 ആണ്. പഠിച്ചു വെച്ചോളൂ. എന്തുകൊണ്ടെന്നും പഠിക്കണേ. വൈ, എന്തുകൊണ്ടാണ് അവർ സ്പെഷ്യാലിറ്റി കാണിക്കാൻ കാരണം എന്നുള്ളതും പഠിച്ചു വെക്കണം. ഇതെല്ലാം നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ലൈവ് ക്ലാസ് കൂടി കണ്ടു നോക്കുക കേട്ടോ. അതേപോലെ ഇവിടെ കുറച്ച് ആളുകൾ തന്നിട്ടുണ്ട് അല്ലേ? വേറെ ഒന്നുമല്ല, ഈ തന്ന ആളുകളിലുള്ള ഈ FEന്റെയും CUന്റെയും MNന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ അയോണിന്റെ എന്ത് എഴുതാൻ ചോദിക്കാറുണ്ട്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് കവർ ചെയ്യാനുള്ളത്. പറഞ്ഞതുപോലെ എഴുതി വെക്കാതെ ഇപ്പം തന്നെ എഴുതി വെച്ചോളൂ, ടിക്കറ്റ് വെച്ചോളൂ. ഇനി അടുത്ത ചാപ്റ്ററിലേക്കാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് 3 ലോകളാണ്. ബോയിൽസ് ലോ, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അറിയണം. ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ അല്ലെ, V is directly proportional to N എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണേ. ഇവിടെ എന്താണ്? V is inversely proportional to 1/P. ഇവിടെ V is indirectly proportional to temperature. ഇവിടെ V is directly proportional to N അല്ലെ? അതേപോലെ പ്രോബ്ലംസും നിർബന്ധമായിട്ട് ചോദിക്കും കേട്ടോ. ആ പ്രോബ്ലം എല്ലാം കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സിംഗിൾ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഗ്യാസ് ലോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 2 ഭാഗങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ ഗ്യാസ് ലോസ്. ഗ്യാസ് ലോസിൽ ചോദിക്കാറുണ്ട് എക്കോറിയത്തിന്റെ താഴെ ചെറിയ ബബിൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വലുതാവുന്നു, എന്തുകൊണ്ട്? അല്ലെങ്കിൽ വെയിലത്ത ബലൂൺ വെച്ച് കഴിഞ്ഞാൽ അത് ബേസ്റ്റ് ആവുന്നു, എന്തുകൊണ്ട്? ചോദിക്കാറുണ്ട്. അതേപോലെ കാൽക്കുലേഷൻസും കേട്ടോ. ഇനി അടുത്തത് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആണ്. 3ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? യെസ്, റിയാക്ടിവിറ്റി സീരീസ് ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം ചോദിക്കാറുണ്ട്. ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുത്തു, അതിൻ്റെ അകത്ത് ഒരു മെറ്റൽ ഡിപ്പ് ചെയ്തു, റിയാക്ഷൻ നടക്കുമോ? നടക്കില്ലേ? നടക്കുമെങ്കിൽ എന്തുകൊണ്ട്? കോപ്പർ സൾഫേറ്റിന്റെ കളർ പോകുന്നത് എന്തുകൊണ്ട്? അതേപോലെ നമ്മുടെ അയണിന്റെ മുകളിൽ അല്ലെങ്കിൽ എന്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. പക്ഷെ കൺസെപ്റ്റ് എന്താണ്? സെയിം ആണ്. ഇറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം.
പ്രവർത്തനമാണ്. നിങ്ങൾ എഴുതി മാർക്ക് ചെയ്ത് വെച്ചോളൂ. പഠിക്കാത്തവരാണെങ്കിൽ പഠിച്ചു വെച്ചോളൂ. അതേപോലെ ഗാൽവനിക് സെല്ലിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അല്ലേ. ഈ ഗാൽവനിക് സെല്ലിലെ എനർജി ചേഞ്ച്, ഇലക്ട്രോണിന്റെ ഫ്ലോ, അതേപോലെ തന്നെ ആനോഡിലെയും കാത്തോഡിലെയും റിയാക്ഷൻസ് എഴുതാൻ ചോദിക്കാറുണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് മോൾട്ടൺ NaCl, ഉരുക്കിയ NaCl ഇലക്ട്രോളിസിസും NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസും. വിട്ട് കളയരുതാ. ഇവിടെ രണ്ടും നമുക്ക് പഠിക്കാൻ എന്ത് മാത്രമേ ഉള്ളൂ, ആനോഡിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് മോൾട്ടൺ ആവട്ടെ എക്വസ് ആവട്ടെ, ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതുപോലെ കാത്തോഡിൽ എന്താണ്, മോൾട്ടൺ NaCl ആണെങ്കിൽ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എക്വസ് സൊല്യൂഷൻ NaCl ലൈനിലാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് കാത്തോഡിൽ. ഈ ഇക്വേഷനും പഠിച്ചു വെക്കാം. നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗിൽ ചോദിക്കുന്നത് കോപ്പർ ആണെങ്കിൽ ഞാൻ ഏത് ലൈനി എടുക്കണം, സിൽവർ ആണെങ്കിൽ ഏത് ലൈനി എടുക്കണം, അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഏത് ലൈനി എടുക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, അത് പഠിച്ചു വെക്കുക. ഇലക്ട്രോ പ്ലേറ്റിംഗിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക. പഠിച്ച ടോപ്പിക്കുകളാണെങ്കിൽ ടിക്കറ്റ് പോവുക, പഠിക്കാത്തതാണെങ്കിൽ അതിരുന്ന് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്ട് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണം അല്ലേ. ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട രണ്ട് ടോപ്പിക്കുകളാണ് നമ്മുടെ അയേണിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ നിർമ്മാണവും. അതിലുള്ള ഈച്ച് ആൻഡ് എവറി ഇക്വേഷൻസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അലൂമിനിയം നിർമ്മിക്കുന്ന സമയത്ത് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അയേണിന്റെ നിർമ്മാണത്തിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് എന്താണ്, നമ്മൾ എന്തായിട്ടാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ 3 സ്റ്റേജസ് ഉണ്ട് അല്ലെ. മെറ്റലർജിക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഉണ്ട്, അയിരുകളുടെ സാന്ദ്രണമുണ്ട്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഉണ്ട്, എന്താണ് ലോഹത്തെ വേർതിരിക്കലുണ്ട്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് ലോഹ ശുദ്ധീകരണം. നിങ്ങൾ പഠിക്കേണ്ടത് അത് നോക്കുക. അതിൻ്റെ അത് താഴെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ടിന്ന് എന്താണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സൾഫൈഡ് ഓറിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, അത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് മാത്രം പഠിക്കുക. പരീക്ഷയ്ക്ക് മാച്ച് ദി ഫോളോയിങ് ആയിട്ടും 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും ഓപ്ഷൻ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് എക്സാമ്പിൾസ് തന്നിട്ട് അത് എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് വായിച്ച് പഠിക്കല്ല വേണ്ടത്. പകരം ഈ പറഞ്ഞതുപോലെ സെലക്റ്റീവായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മുടെ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അമോണിയനെ കുറിച്ച് പഠിക്കണം, പ്രിപ്പറേഷൻ ആൻഡ് യൂസസ്, ഇത് രണ്ടും നോക്കിയിട്ട് പോവാം. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആൻഡ് യൂസസ്. അതേപോലെ നമുക്ക് അമോണിയയിൽ 2 എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനല്ലേ, ലിക്വിഫൈഡ് അമോണിയം അതുപോലെ തന്നെ ഏതാണ് ലിക്കർ അമോണിയം പഠിക്കാനുണ്ട്. സൾഫ്യൂരിക് ആസിഡിന്റെ ഡീഹൈഡ്രേഷൻ, ഡ്രൈയിങ് ഏജന്റ്, ഓക്സിഡേഷൻ, ഈ 3 പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കണം കേട്ടോ. ഇതിന്റെ ഒരു കോണ്ടന്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. അതിൽ ഒരു സംശയവും പിന്നെ ഉണ്ടാവില്ല, ഗ്യാരണ്ടി ഞാൻ തരാം. പിന്നെ വരുന്നത് നമ്മുടെ ലേ ഷോർട്ട്ലി പ്രിൻസിപ്പിൾ ആണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, റിയാക്ഷൻസ് കൂട്ടുമ്പോൾ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സെറ്റ് ആണല്ലോ. അപ്പോൾ കോമ്പൗണ്ട് ഓഫ് നോൺ മെറ്റൽസിൽ എന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന് കണ്ടു. ഇനി നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം അല്ലെ. ഹോമോലോഗസ് സീരീസ് എന്താണെന്ന് പഠിച്ചു വെക്കുക, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. നെയിമിംഗ്, അത് ബ്രാഞ്ച് തന്നാലും ആൽക്കൈൻ തന്നാലും ആൽക്കൈൻ തന്നാലും എഴുതാൻ അറിയണം അല്ലെ. വളരെ സിമ്പിൾ ആണ്. ബ്രാഞ്ചിങ്ങിന്റെ നെയിമിംഗ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഐസോമറിസം, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 ഐസോമറിസുകളും പഠിച്ചു വെക്കുക. ഇനി അവസാനത്തെ ചാപ്റ്റർ ആണ് ഇത് റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ. 1 2 3 4 5 റിയാക്ഷൻസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെയാണോ എക്സാമ്പിൾസ് തന്നത് അത് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് എക്സാമ്പിൾ തന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമ്പൗണ്ടുകൾ അല്ലെ, സംയുക്തങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെത്തനോൾ, എത്തനോയിക് ആസിഡ്, എസ്റ്റർ, ഇവരുടെ പ്രിപ്പറേഷനും യൂസേഴ്സും നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ. വേറെ ഒന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങളുണ്ട്, എക്സ്ട്രാ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ സമയം കളയണ്ട. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോയിന്റുകൾ, ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്യുക. നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ചോദിക്കാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഈ കോണ്ടന്റ് വീഡിയോ സെറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. അവരൊക്കെ അറിയട്ടെ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ലൈവിൽ കാണാം. ബൈ.